ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഷോപ്പിങ്ങിന് പോയതിൻ്റെ ഇടയിൽ നമ്മളൊരു കുഞ്ഞ് സെലിബ്രിറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലാണ് പോയത്. പെരുന്നാളിൻ്റെ തലേന്നോ അതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസമായിട്ടാണ് കേട്ടോ ഈ ഒരു ഹോസ്പിറ്റലിൽ പോയതും ഷോപ്പിങ്ങിന് പോയതൊക്കെ. ഇതൊക്കെ HB ലെവൽ കുറയിലുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ഇന്ത്യയും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തു. എനിക്ക് കുഴപ്പമില്ല, നോർമലാണ്. എനിക്ക് എപ്പോഴും ശരീരവേദന ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഏത് സമയം ക്ഷീണാക്കാരം. അപ്പോൾ ഞാൻ വിചാരിക്കും എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. 11-12 ഒക്കെയാണ് വേണ്ടത്. എനിക്ക് ഏകദേശം 11 ഉണ്ട്. പക്ഷേ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കയ്യിൽ വാങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത്. ഈ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല. അത് വരുമ്പോഴല്ലേ നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യേണ്ടത്. വെറുതെ ഒരാവശ്യമില്ലാതെ കുറച്ച് ചോരയൊക്കെ എടുത്തു. എനിക്ക് പിന്നെ ഈ കൈയിൻ്റെ ഇവിടെ നിന്ന് ചോര എടുക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. അല്ലാതെ നമ്മൾ കൈപ്പലൊക്കെ കുത്തുമ്പോൾ അല്ലാതെ ഇടുപ്പിന് കുത്തുമ്പോൾ ഒക്കെ ഭയങ്കര പേടിയാണ്. ഇത് വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ. ബ്ലഡൊക്കെ കൊടുത്ത് റിസൾട്ട് വാങ്ങാൻ കുറച്ച് അധികം ടൈം എടുത്തിട്ടോ. അങ്ങനെ അതാ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നിത. ഏകദേശം ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടറാണ് പോയി. പിന്നെ ഞങ്ങൾ കുറച്ചേരൊക്കെ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു ഇനി ഡോക്ടറെ കാണിക്കൊന്നും വേണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്നും പറഞ്ഞ് തിരിച്ചു പോകുന്നു കേട്ടോ. എനിക്കിനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. ഞാൻ മണ്ണാർക്കാട് പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ അയനല്ലൂരാണ് പോയത്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞത് ഉമ്മാക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പെരുന്നാളിൻ്റെ 2-3 ദിവസം മുന്നെയാണ് കുഞ്ഞാവ് വിളിച്ചിട്ട് ഈ പോയിട്ട് സാരി എടുക്കും ഉമ്മാക്ക്, ഇപ്പാക്ക് ഷർട്ട് കൊടുക്കുന്നതിൻ്റെ വകയാണ് ഈ അത് സർപ്രൈസ് ആയിട്ട് കൊണ്ടേ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. സാരി എടുക്കണത് ഉമ്മ എടുക്കണ മെറ്റീരിയലിൻ്റെ ചെറിയൊരു ഊഹം വെച്ചിട്ടൊക്കെ ഉണ്ട് എടുക്കുന്നത്. അത്യാവശ്യം നല്ല സാരി തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്തു. യെല്ലോ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഓരോ കളറുകൾ എടുത്ത് കാണിച്ചു തന്നു. ഈ സാരി എടുത്ത് പെരി പോയിട്ടാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഒട്ടും സെലക്ഷൻ ഇല്ല എന്നുള്ളത്. ഈ ഒരു പൊട്ട സാരിയാണ് ഞാൻ എടുത്തത് കേട്ടോ. സാരി എടുത്തപ്പോഴും വീട്ടിൽ പോയി കൊടുത്തപ്പോഴും ഒക്കെ എനിക്കത് അടിപൊളി തന്നെയായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞപ്പോഴാണ് എനിക്കത് മോശമായിട്ട് തോന്നിയത്. ഒരു അടിവെട്ട് കളറായിരുന്നു. ഉമ്മ ചീത്താരട്ടോ, ഉമ്മാൻ്റെ പ്രായത്തിനൊത്ത കളർ എന്തെങ്കിലും എടുത്ത് പോരാതെ പറഞ്ഞിട്ട്. ഒറ്റ കളറാണെങ്കിൽ പ്രശ്നമല്ല, പക്ഷെ അതിൽ ആ ഗ്രീന് വരുന്നതുകൊണ്ടാണ് പ്രശ്നം വന്നത് കേട്ടോ. ഞാനെടുത്ത ആ സാരി ഒറ്റ കളറാണെങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് പ്രശ്നമല്ല. ഇങ്ങനെ കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. നിവർത്തി നോക്കിയതൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് നിവർത്തി നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ, ഗ്രീനും ആ ഒരു സംഭവം കൂടിയും കൂടിയിട്ട് ഒരു ഇടിവെട്ട് കളറ്. അങ്ങനെ എന്തായാലും അത് സെലക്ട് ചെയ്ത് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല സാരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങണത്. അല്ല, നല്ലൊരു സമയമാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അപ്പാക്ക് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പാക്ക് ഷർട്ട് ലൈറ്റ് കളറിൽ പ്ലെയിൻ ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഈ കളർ എനിക്ക് ഇഷ്ടമായിട്ടോ. പിന്നെ കുഞ്ഞാവക്ക് അത് ഇഷ്ടമായില്ല. എനിക്ക് ജസ്റ്റ് അതൊന്ന് വിട്ടു കൊടുത്തിരുന്നു. അപ്പോൾ ഇത് വേണ്ട, ലൈറ്റ് കളർ എന്തെങ്കിലും എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പാക്ക് ഷർട്ട് നോക്കി കൊണ്ടിരിക്കുന്ന ടൈമിലാണ് മാളിക്കുന്നിലുള്ള ഒരു ബ്രോ വന്നിട്ട് പറഞ്ഞത് എന്നെ പോലെ യൂട്യൂബിലുള്ള വേറെ ആൾ അപ്പുറത്തുണ്ട് എന്നുള്ള കേട്ടോ. വേറെ ആരും നമ്മളെ സഫക്കുട്ടിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. കായിക വിസ്മയം സഫ മറുകയെ ഈ സ്റ്റേഡിയത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് മുതൽ. പറഞ്ഞാലും കൂടി തീരൂല ഓളെ കഴിവുകൾ. ഓളെ പന്തുകൊണ്ട് കാട്ടിക്കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ഫുട്ബോൾ കളിക്കണവർക്കും കൂടിയും അങ്ങനെയൊന്നും കഴിയൂല കേട്ടോ. അത്രയും അടിപൊളിയായിട്ടാണ്. എനിക്ക് ഏറ്റവും അത്ഭുതമായത് പന്തിൻ്റെ അല്ല കേട്ടോ, ബാക്കി ഐറ്റംസിൻ്റെയാണ്. എല്ലാം ബാലൻസ് ചെയ്യും. ഓളെ കണ്ടില്ലേ, 2 കസേര വെച്ചിട്ടാണ് ഓളെ തലയിൽ അത് ബാലൻസ് ചെയ്ത് വെച്ച് നിൽക്കുന്നത്. പിന്നെ കണ്ടില്ലേ ടേബിൾ, ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട സംഭവമാണ്. പിന്നെ അന്നൊന്നും ഈ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ ഇന്നത്തെ സ്വഭാവമാണല്ലോ അത്. നല്ല നല്ല വീഡിയോസ് ഞാൻ അങ്ങനെ മിസ്സാക്കി കളയും. അപ്പോൾ നമ്മൾ ഫുട്ബോൾ നടന്നിരുന്ന സമയത്ത് ഫസ്റ്റ് ഉദ്ഘാടന ദിവസം ഓള് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്തതാണ് കേട്ടോ. പിന്നെ എന്നത്തെയും പോലെ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. അത് പിന്നെ എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ വീഡിയോ ഇടാൻ പറ്റിയൊരു ചാൻസ് എനിക്ക് ഇപ്പോൾ കിട്ടി. ഞാനിവിടെ പ്രോഗ്രാം കൊണ്ട് പോയി ശ്രമിച്ചോട്ടെ. എവിടെ നടക്കണം. ഗ്യാസും കുറ്റിയൊക്കെ കണ്ടില്ലേ, സിമ്പിളായിട്ട് നമുക്ക് കൈ കൊണ്ടുകൂടിയും പൊക്കാൻ വയ്ക്കൂല ഗ്യാസും കുറ്റി. ഇവിടെ ബ്രദർ ഇവിടെ സെയിൽസിലുണ്ട് കേട്ടോ. ഓനാണ് ഞങ്ങൾക്ക് ഷർട്ടൊക്കെ കാണിച്ചു തന്നീന്ന്. അപ്പോൾ ഓനോട് ചോദിച്ചു എങ്ങനെ ഇത് സാധിക്കണം എന്നുള്ളത്. അപ്പോൾ ഓൻ പറഞ്ഞു ഓള് സ്വയം അങ്ങനെ കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് പഠിച്ചതാണ് എന്നുള്ളത്. എല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും കുടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്കേക്സിൽ കയറിട്ടോ. എവിടെയെങ്കിലും പോയാൽ പിന്നെ കുടിക്കലും കഴിക്കലൊക്കെ നമുക്ക് നിർബന്ധമാണല്ലോ. ഷവർമ ആയിട്ടുണ്ടായില്ല, ഉച്ച ടൈമല്ലേ. ഇതാ ചിക്കൻ റോൾ എടുത്തു. ഞാൻ ഈ ഒരു സാൻഡ്വിച്ച് എടുത്തിട്ടോ. എഗ് സാൻഡ്വിച്ച് അടിപൊളിയാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഞാനതിന് മുന്നേ ഇവിടുന്ന് ഒരു ഐറ്റം കഴിച്ചിട്ട് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ അത് വാങ്ങണം എന്നാണ് വിചാരിച്ചത്. പിന്നെ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഇതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അവക്കാഡോ ജ്യൂസാണ് പറഞ്ഞത്. നിത ടെൻഡറാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ചില്ലും കൂട്ടിൽ ഒരുപാട് കേക്ക് ഐറ്റംസുകൾ ഇങ്ങനെ ഇരിക്കണ കണ്ടപ്പോൾ ചെറിയൊരു കൊതി. നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് തിന്നാനൊന്നും ബുദ്ധി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കേക്ക് വാങ്ങിയിട്ടു. ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് മുഴുവൻ കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ബ്രെഡ് പോക്കറ്റ് ഷവർമ അങ്ങനെ എന്തൊക്കെ വാങ്ങിയിരുന്നു. അതുകൊണ്ട് ഇത് കുറച്ച് പാർസലാക്കിട്ടോ ഞങ്ങൾ. അവിടുന്ന് നേരെ ഞങ്ങൾ മോനുവിൻ്റെ ഓഫീസ് കണ്ടോ പോയത്. സ്വല എന്നെ കൊണ്ടാവാൻ നിൽക്കണേ. ജില്ലേ ഫുഡ് കഴിക്കണ്ടേ? എന്ത് ചെയ്യും? ബാത്റൂം കഴിക്കും. ആ വണ്ടിമ ഇറങ്ങൂലേ. വണ്ടിമ ഇങ്ങനെ ഇരിക്കും. അവിടെ തന്നെ കണ്ണമ്പി തന്നെ ഒരു ചോദ്യം, ഒരു അക്ഷരം കാണിച്ചിട്ട് അതിന്റെ ഒരു ആദ്യം കണ്ണിന്റെ ഇരുത്ത് കണ്ടോ. എന്നാ കണ്ണുറന്നോ?
എൻ്റെ ചെറിയ മകന്റെ ഗിഫ്റ്റ്. ആ എങ്ങനെയുണ്ട്? അതാ സർപ്രൈസ് ആയിട്ട് സാരിയെ കൊടുന്നിടത്തപ്പോ ഇത് അടക്കണം. സൈനമ്മാന്റെ അതേ സാരി തന്നെയാണ് കേട്ടോ. ആൾക്ക് സൈനമ്മ അതേപോലെ ഒരു മെറൂണും ഗ്രീനും ഉണ്ട് സൈനമ്മാന്റെ അതിൽ പുതിയത്. അപ്പൊ അതിന്റെ പോലെ തോന്നിക്കാണ് ആൾക്ക്. ആളെ മുഖഭാവങ്ങൾ മാറുന്ന കണ്ടില്ലേ, സംഭവം മനസ്സിലായില്ലേ? ആൾക്ക് സാരി ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഈ അങ്ങനെ ഒരു മുഖം തന്നെയായിരുന്നു. അതായത് കളർ ആൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. പിന്നെ സ്വാഭാവിക ഡയലോഗുകൾ, ഇത്ര വർക്ക് വേണ്ട, ഇത്ര കളർ വേണ്ട, ഞാൻ തള്ളയാണ്, എനിക്ക് ഇത്ര മോഡൽ വേണ്ട, നല്ല കളറാണ്, പട്ടാണ്, അങ്ങനെ ഒരുപാട് കുറവുകൾ ആ സാരിക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും പോയി മാറ്റിക്കോന്നും പറഞ്ഞാണ്ട് ഞാൻ തിരിച്ചു പോന്നു. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായത് അമ്മ പറയുന്നതിലും കാര്യം ഉണ്ടെന്നുള്ളത് കണ്ടില്ലേ. ഇടിവെട്ട് കളറാണ്, എന്തായാലും പോയി മാറ്റാൻ പറഞ്ഞു. ഞാൻ പെരിയിൽ നിന്ന് ഇറങ്ങി നേരെ ഫാൻസി കണ്ടു പോയത്. കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നമുക്ക് പെരുന്നാൾ വ്ളോഗ് ആയിട്ട് കാണാം കേട്ടോ.